അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്താ വായിക്കുന്നത്? ജനറൽ നോളേജാ. അച്ഛൻ എന്താ ആലോചിക്കണത്? അംബികയുടെ ഒരു എഴുത്തുണ്ടായിരുന്നു. രമണൻ ജോലിക്ക് പോകുന്നില്ലെന്ന് തന്നെ തീരുമാനിച്ചത്രേ. ജോലിക്ക് പോകാതെ പിന്നെ എങ്ങനെ ജീവിക്കുക? അവൻ രാജിക്കത്ത് കൊടുത്തിട്ടാ മംഗലാപുരത്ത് നിന്ന് പോന്നിരിക്കുന്നത്. അവളെപ്പോഴാ അറിയുന്നത്? ജോലി ബുദ്ധിമുട്ടാണത്രേ. എന്തോ ബിസിനസ് തുടങ്ങാൻ പോവാണെന്നാ പറയുന്നത്. അതിന് പണമുണ്ടോ? ആർക്കറിയാം. ഭാഗം പിരിയാത്തോണ്ട് തറവാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാ. എന്ന് വെച്ച് എത്ര കാലം ചേട്ടൻ്റെ പോയി കഴിയും? തറവാട്ടുകാരെ നോക്കി കൊടുത്തതാ. എന്റെ മോക്ക് ഇങ്ങനൊരു ഗതി ആയല്ലോ ദൈവമേ. അച്ഛൻ വിഷമിക്കാതിരിക്കണം. രമണേട്ടൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടാവും. പണിയെടുക്കാതെ 3 നേരവും വെട്ടി വിഴുങ്ങാന്ന്. ഇത്തിരി ചോറൂടെ തരാൻ പറയടി ഏട്ടത്തോട്. നാണമില്ലേ നിങ്ങൾക്ക്? എന്തിനാടി നാണിക്കുന്നേ? ഇത് എന്റെ വീടാടി. എന്റെ ഏട്ടൻ അധ്വാനിച്ചുകൊണ്ട് വരുന്ന ചോറാ ഞാൻ ഉണ്ണുന്നേ. ഏട്ടൻ അധ്വാനിക്കുന്നേ ഏട്ടന്റെ ഭാര്യയ്ക്ക് മക്കുക എന്ന് നിനക്ക് തോന്നും, എനിക്ക് തോന്നുന്നില്ല. വേണമെങ്കിൽ നേരത്തെ ചോറെടുത്തുണ്ടോ? എല്ലാരും ഊണ് കഴിഞ്ഞിട്ട് ഞണ്ണാൻ നിന്നാലേ ചിലപ്പോ പട്ടിണി ആയി പോകും. ഞാൻ പട്ടിണി കിടന്നോളാം. അല്ലെങ്കിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. എത്ര കഷ്ടപ്പാടാണെങ്കിലും എന്റെ അച്ഛൻ എന്റെ പൊന്നു പോലെ നോക്കിക്കോളും. നിന്റെ അച്ഛൻ അയക്ക് ജീവിക്കാൻ അറിയാൻ കൂടി. അയാളോടൊപ്പമുള്ള പോലീസുകാർ പണം വാരുക. വല്ലപ്പോഴും 10 ഉലുവ ചോദിച്ചാൽ തരാൻ ഇടയിലുണ്ടോ? നിന്നെ കെട്ടിട്ട് എനിക്ക് എന്തുവാ തന്നേ? 10 പവൻ. അതും മേടിച്ചോണ്ട് നിന്നെ കെട്ടി എന്നെ വേണം തല്ലാൻ. അതും വിറ്റ് തന്നില്ലേ? നമുക്ക് വീട്ടിലേക്ക് പോവാം. അറിഞ്ഞിടത്തോളം ഇനി ഇവിടെ താമസിക്കുന്ന അത്ര ബുദ്ധിയല്ല തടികേടാവും. ആപത്ത് വരുമ്പോഴല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത്. അതൊക്കെ ശരിയാ. അവസാനം കഴുത്തിന് മേൽ തലയുണ്ടാവില്ല. തിരിച്ച് വീട്ടിലോട്ട് എന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാ പോവാനും തോന്നണില്ല. ഞാൻ പറഞ്ഞില്ലേ, കൊല്ലാനാണോ വളർത്താനോ വരുന്നത് ആർക്കറിയാം. ആരാ എന്ത് വേണമെന്ന് ചോദിക്കും. ആരാ നിങ്ങള്? എന്ത് വേണം? സേതുക്കാരന്റെ കൂട്ടുകാരനാ. അളിയനും പെങ്ങളല്ലേ? എനിക്കറിയാം. സേതു ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുക. ഹൈദ്രോ വന്നെന്ന് പറഞ്ഞാ മതി. അളിയൻ പോരുന്നോ? ഒന്ന് കൂടിയേച്ചോടാ. ഇല്ല, വരുന്നില്ല. ഇല്ല, വരുന്നില്ല. പെങ്ങള് പേടിക്കണ്ട. പടച്ചോടാണ് ഇഷ്ടം കൊണ്ട് വിളിക്കാണ്. നമ്മളൊക്കെ ഒന്നല്ലേ? അളിയോ വരുന്നോ? സ്നേഹത്തോടെ വിളിക്കുമ്പം എങ്ങനെയാ വരില്ല എന്ന് പറയാ. ഒട്ടെ കയറിക്കാം. ഈ ഇടപാട് നമുക്ക് പറ്റില്ല. അന്തസ്സുള്ള തറവാട്ടുകാരാ ഞങ്ങള്. ഞങ്ങളുടെ വംശത്തിലൊരു കേടിയോ റൗഡിയോ ഇതുവരെ ഇല്ല. ഇതാ നിൽക്കും നിങ്ങളുടെ മോള്. എന്നാ വിടാ മനസ്സെന്ന് വെച്ചാ അന്ന് വിട്ടാ മതി. അതല്ല ഇനി വിട്ടില്ലെങ്കിൽ ഒരു വിഷമവും ഇല്ല. രമണ, നീ ഒന്ന് സമാധാനിക്കേ. അവൻ വന്നിട്ട് ഞങ്ങളൊന്ന് ചോദിച്ചു. എന്നതേ ഇവിടാ ഒരു ഇടി ഇടിച്ചത്. ഇനിയും തല്ലുള്ള എന്നെ കിട്ടില്ല. എന്തിനാ നിങ്ങളെ തല്ലിയതെന്ന് പറ. കേടിപ്പടം പിരിച്ചതിന്റെ കണക്ക് കുറച്ച് തല്ലുകൂടി ഇപ്പൊ പിടിച്ചു മാറ്റാൻ ചെന്നതാ. എനിക്കതിന്റെ വല്ല ആവശ്യമുണ്ടോ? രമണം പോകുന്നെങ്കിൽ പോയി ഇരുട്ടുന്നതിന് മുമ്പ് എത്താം. ഞാൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാം. വേണ്ട. അല്ല ഞാൻ വേണ്ട. അമ്മ ഞാൻ പോട്ടെ. ഞാൻ പോവും. പോയിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വരാം. എന്ത് നുണയാണെന്ന് ഈശ്വരൻ അറിയാം. എന്തോ സത്യമുണ്ട്. വന്നപ്പോ മുണ്ടിനൊക്കെ ചെളിയായിരുന്നച്ചാ. എന്റെ മോൻ ആരെ ഉപദ്രവിക്കില്ല. നോക്ക് നിന്റെ മോൻ. ആരെ കൊന്നിട്ടാ നീ വരണത്? കൊന്നില്ല, ഞാൻ ഒരാളെ അടിച്ചു. ഹൈദ്രോസിനെ. എന്റെ പേര് പറഞ്ഞ് കാശ് പിടിച്ചിട്ടാ. പിന്നെ നിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അവന് കാശ് പിരിക്കാൻ. ഇവരെയൊക്കെ തല്ലാനും നേരെയാക്കാൻ നീ ആരാ? ആദ്യം സ്വയം നന്നാകടാ. നീ രമണേട്ടനെ എന്തിനാ അടിച്ചത്? ഞാൻ അടിച്ചില്ല, പക്ഷെ ഇനി തെണ്ടിത്തരം കാണിച്ചാ ഞാൻ അടിക്കും. എന്ത് വിവരമില്ലായ്മയാ ചെയ്തു നീ കാട്ടിക്കൂട്ടണ്. ഞങ്ങളെയൊക്കെ കൊന്നിട്ട് നീ എന്താ ചെയ്തു? തെമ്മാടികൾക്ക് താമസിക്കാനുള്ള വീടല്ലിത്. എനിക്ക് വേറെ ഉണ്ട് മക്കള്. അവിടെ ഭാഗം നോക്കണം. തെമ്മാടിത്തരം കാണിച്ച് ജീവിക്കാനാണോ അതോ മാനമര്യാദയായിട്ട് ജീവിക്കാനാണോ? എന്താ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് കയറിയാ മതി. ഈ 2 മന്ദബുദ്ധി പിള്ളേരെ കൊണ്ട് ഞാൻ പൊറുതി മുട്ടിയല്ലോ എന്റെ ഭഗവാനെ. ഞാനിത് എവിടെ ചെന്ന് ഒന്ന് കണ്ടുപിടിക്കുക. മീനൂട്ടി, മീനൂട്ടി വരുന്നു. എന്താ അമ്മേ? ഓ വന്നോ? ആ പഞ്ചസാരട്ടിന് മുളകൊടി പാത്രം കൂടെ ദേ ഇവിടെ വെച്ചിരുന്നതാ. 2ഉം കാണാനില്ല. അമ്മ ഇന്ന് മാറിക്കേ, ഞാൻ നോക്കട്ടെ. ഓ എന്റെ ഈശ്വര, ഈ 2 മന്ദബുദ്ധി പിള്ളേരെ ഞാൻ എന്ത് ചെയ്യും? നാശം പിടിച്ചത്.
വെറുതെ അവര് പ്രാകണ്ട, അവരിതൊന്നും എടുത്ത് കാണില്ല. പെണ്ണെ, എന്റെ വായിന്നൊന്നും കേൾക്കണ്ട. 10-22 വർഷമായി 2 മലകളെ തീറ്റി പോറ്റാൻ തുടങ്ങിയിട്ട്. അയ്യടാ, തീറ്റി പോറ്റാനെന്ന് പറഞ്ഞാ അമ്മ അവർക്ക് എന്തേലും കൊടുക്കുന്നുണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഉരുള ഉരുട്ടി വെച്ചു കൊടുക്കാനേ അവറ്റകളുടെ തന്ത പേരുകേട്ട കഥകളിയേശനെ വട്ടൻ ചവിട്ടി ഇവിടെ ഒന്നും കൊണ്ട് തന്നിട്ടില്ല. എന്റെ പൊന്നെ, ഒന്ന് മതിയാക്ക്. ഓ, പിടിച്ചില്ല. അല്ലേലും വല്യച്ഛനോട് മക്കളോട് ഇത്തിരി സ്നേഹ കൂടുതലാണല്ലോ നിനക്ക്. അവറ്റകൾ കാരണം നിന്റെ എത്ര കല്യാണാലോചനകളാ മുടങ്ങിപ്പോയെന്നറിയോ? അങ്ങനെ എന്നെ ആരും കെട്ടണ്ട, പ്രശ്നം തീർന്നല്ലോ. നീ അതേ പറയൂ, അല്ലെങ്കിൽ എനിക്ക് അറിയാടി നിന്നെ. എന്തൊരു ബഹളമാ രാജലക്ഷ്മി. മനുഷ്യന് കുടിക്കാൻ ഒരു ചായ കിട്ടുമോ? ഇപ്പൊ തരാച്ച. അയ്യോ, ചോര! നിന്നോട് ആരാ മണിക്കുട്ടി ഈ കത്തിരി എടുക്കാൻ പറഞ്ഞത്? അങ്ങോട്ട് വാ. എന്താ എന്താ വെള്ളം? എന്റെ പുതിയ പണ്ടസാരി. എന്റെ കുഞ്ഞമ്മയുടെ മോടെ കല്യാണത്തിന് പോകാൻ എന്റെ സഹോദരൻ ഉത്തമ വാങ്ങി തന്ന പട്ടുസാരി കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടോ? നിന്നെ നമ്മുടെ കടയിൽ അച്ഛനോട് പറഞ്ഞൊരു സാരി എടുത്താ പോരെ? പിന്നെ ഇരിക്കല്ലേ നമ്മുടെ ഉണങ്ങിയ കടയിൽ ഇത്രയും വില പിടിപ്പുള്ള പട്ടുസാരി. എന്റെ കയ്യിൽ നിന്നെ വന്നേരെ. ഇത്രയ്ക്കായോ പിള്ളേര്? ഒറ്റക്ക് നിന്നാണല്ലേ ഇഞ്ചി താടി താടി എനിക്ക് ഈ മന്ദബുദ്ധി പിള്ളേരെ കൊണ്ട് ഞാൻ തോന്നല്ലോ ഈശ്വര. എന്താ ഇവിടെ വേള? കൊണ്ട് മാറടി. പോയി അകത്ത് പോയി കഴിക്കണം. ഒരൊറ്റ വീക്ക് വെച്ച് വരും. നിന്നോട് പറഞ്ഞ അകത്ത് പോവാൻ. ദേഷ്യം വന്നാ നീ എന്താ വീക്കി തരും. ലക്ഷ്മിയമ്മ നമുക്ക് ചോറിനാൻ തരുന്നേ. ലക്ഷ്മിയമ്മയുടെ നെഞ്ചത്തടിച്ചാ വേദനിക്കൂലേ? അതേടാ അതെ. ഒരു ദിവസം നോക്കിക്കോ, ചോറ് തരുന്നതിനകത്ത് ഇത്തിരി വിഷമിട്ട് ഞാനങ്ങ് തരും. അതോടെ എന്റെ ശല്യം തീരും. പറഞ്ഞില്ലെന്ന് വേണ്ട. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ മൊത്തമത്തി പിള്ളേർ മനുഷ്യന് സ്വൈര്യം തരില്ല. എന്റെ ഉമ്മാരോ എന്താണ് ഇവിടെ? ഓപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എത്ര നേരമായി സത്യം പറയാലോ ഉത്തമ, ഇന്ന് വരെ ജീവിതത്തിൽ അത് പറയാത്തതാണല്ലോ. നീ ഇവിടെ ഉള്ളപ്പോ എനിക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ആ, എനിക്കാകെ ഒരേ ഒരു ഓപ്പോളല്ലേ ഉള്ളൂ എന്ന് കരുതി. വർഷത്തിൽ 365 ദിവസവും ഇവിടെ കയറി ഇറങ്ങുന്ന ഞാനപ്പോ വിട്ടി അല്ലേ? അതല്ല, പിന്നെ നീ ഇവിടെ ഉള്ളപ്പോ നിന്റെ കയ്യും കാലും കണ്ണും മൂക്കും ഒക്കെ വെറുതെ ഇരിക്കത്തില്ല. അത് തന്നെ കാര്യം. അത് ശരി. എന്റെ കൈയും കാലും കണ്ണും വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഈ മൂക്കെന്ത് പഴിച്ചു? ഓപ്പോളെ ഓപ്പോൾ വിളിച്ച വിളി കേക്കരുത്. എനിക്കിപ്പോ അറിയണം, എന്റെ ഈ മൂക്ക് കൊണ്ട് നമ്മുടെ തറവാടിന് എന്താ പ്രശ്നമുണ്ടായെന്ന് എനിക്കിപ്പോ അറിയണം. ഓപ്പോളുടെ നാവിന്ന് എനിക്കത് കേൾക്കണം. പറ. കഴിഞ്ഞ തവണ നീ പൂരത്തിന് പോയപ്പോ എന്ത് പറഞ്ഞ പോയത്? എന്ത് പറഞ്ഞിട്ടാ പോയത്? എനിക്കൊരു പട്ടുസാരി വാങ്ങിക്കൊണ്ട് വരാന്ന് പറഞ്ഞല്ലേ പോയത്? എന്നിട്ട് കൊണ്ടുവന്നോ? അപ്പൊ അതാണാ കാര്യം. ഓപ്പോളെ, 7 ആനയുടെ പൂരം, ഗംഭീര പൂരം. പക്ഷെ ഞാൻ കൊടുത്ത കണ്ടംകുളം ബാലനാരായണൻ തൊട്ടടുത്ത് നിന്ന ചെറായി നീലകണ്ഠന്റെ പൊള്ളക്കെട്ട് താങ്ങിയതും ഉത്സവം കുളമായതും എന്റെ നടും പുറം ചളമായതും എന്റെ ഈ മൂക്കിന്റെ പ്രശ്നം കൊണ്ടാണോ? ഓപ്പോള് പറ. ഇത്രയും വലിയ ടെൻഷന്റെ ഇടയ്ക്ക് പട്ടുസാരിയുടെ കാര്യം ഞാൻ മറന്നു. അത് മൊബൈലിൽ വിളിച്ച് ഓപ്പോളോട് പറയാന്ന് വെച്ചപ്പോ റേഞ്ചും ഇല്ല. എടാ, നീ വിഷയം മാറ്റാനൊന്നും നോക്കണ്ട. ആ മന്ദബുദ്ധി പെണ്ണിന്റെ അടുത്ത് നീ നിന്റെ കണ്ണു മൂക്കം കൊണ്ടില്ല. അത്ര ഓപ്പോളെന്നെ തെറ്റിദ്ധരിച്ച. മന്ദബുദ്ധി പിള്ളേരാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർക്കും കാണും വികാരവും വിചാരവും ഒക്കെ. അല്ല, ഓപ്പോളിപ്പോ എന്താ പറഞ്ഞു വന്നത്? ഓ, വിചാരത്തിന്റെ കാര്യം. സൂക്ഷിക്കണം, സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടി വരില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞു? അത് ഈ മന്ദബുദ്ധി പിള്ളേർക്ക് ഓപ്പോൾ പറഞ്ഞ കാര്യത്തില് ഇത്തിരി ഇൻട്രസ്റ്റ് കൂടുതലാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ആങ്ങളെയും പെങ്ങളുമാണെന്നൊന്നും ചിലപ്പോ അവർ ഓർത്തെന്ന് വരില്ല. ശാപം കിട്ടുന്ന വർത്താനം ഒന്നും പറയാതെ എന്റെ ഉത്തമ. എന്റെ ഓപ്പോൾ വെറും ഒരു പാവമായി പോയി. അതുകൊണ്ട് പറയുന്നതാ. ഓപ്പോൾക്കറിയോ, പലപ്പോഴും എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. എന്തൊക്കെ ഉത്തമ നീ പറയുന്നേ? അളിയനോട് പറഞ്ഞ അളിയൻ മൈൻഡ്. അതുകൊണ്ടാ ഓപ്പോളോട് പറയുന്നത്. ശ്രദ്ധിച്ചാ കൊള്ളാം, ഇല്ലെങ്കിൽ ചിലപ്പോ പ്രശ്നമാവും. ഇന്റർനാഷണൽ ആയിട്ട് പ്രശ്നമാവും.
ഓപ്പോൾ ഇപ്പൊ ചിരിച്ചായിരുന്നു. ഞാൻ ചിരിച്ചൊന്നുമല്ല, നിന്റെ മൊബൈലിൽ ബെല്ലടിച്ച നോക്കിയേ. മൊബൈലിന്റെ മണിയും ഓപ്പോളിന്റെ കിണിയും ഒരുപോലെ. ടെലിഫോൺ മണി പോൽ ചിരിക്കുന്ന ഓപ്പോ. ഹലോ ഹലോ, മിസ്ഡ് കള. ഇത് ഡേഞ്ചറാ ഓപ്പോളെ, ഇത് ഡേഞ്ചറാ. ഡേഞ്ചറോ? പോടാ അവിടുന്ന്. ഒരു ഡേഞ്ചറും ഇല്ല. ഞാൻ ഇതൊക്കെ എത്രയോ വർഷമായിട്ട് കൈകാര്യം ഈ ചെയ്യുന്നതാ. ഗ്യാസ് കുറ്റിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ അപ്പുറത്തെ 2 ഇരുന്ന് മാലകിട്ട് കല്യാണം കഴിച്ച് കളിക്കുക. ഇനിയിപ്പൊ എന്തൊക്കെയാവും എനിക്കൊരു ഐഡിയ ഇല്ല. ആവശ്യമില്ലാത്ത എന്ന് പറയാതെ പോടാ അവിടുന്ന്. അയ്യോ എന്റെ ഓപ്പോളെ, ഇതാകെ സുനാമി ആകും. എത്രയും പെട്ടെന്ന് അവരെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചില്ലെങ്കിലേ എല്ലാവരുടെയും ശവം എടുത്ത് മാറ്റേണ്ടി വരും. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആ പെണ്ണിനെങ്കിലും ഇവിടെ നിന്ന് കെട്ടിക്കണം. ഈ സിലിണ്ടർ എടുത്ത് അകത്തേക്ക് പോയി. ആലങ്കാവുപുരത്തിൽ നിന്ന് രാത്രിയിൽ തന്നാൽ എനിക്ക് ഉമ്മരോ? ആൾക്കാര് കേൾക്കുമല്ലോ. എന്റെ ഈശ്വര, എപ്പോഴാണോ എനിക്ക് അങ്ങനെ ഒരു ദുർബുദ്ധി തോന്നിയത്. മണിക്കുട്ടി, ഒരു വലിയ കുട്ട നിറച്ച ഉമ്മ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വേഗം പോയി അത് എടുത്തോണ്ട് വരാട്ടോ. ഓപ്പോള് കാണും. എനിക്ക് ഈശ്വര, പട്ട പേടിച്ച് സ്കോച്ച് അടിച്ചപ്പോ പരാപറ കഴിച്ചെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എന്റെ കൊലയ്ക്ക് കൊടുക്കല്ലേ. എന്റെ പൊന്നു മണിക്കുട്ടിയല്ലേ, എന്നെ ഒന്ന് വിട്. ഞാൻ പോട്ട്. ഊതിക്കോ ഊതിക്കോ, നന്നായിട്ട് ഊതിക്കോ. എന്തൊരു സ്നേഹ. എന്റെ കണ്ണിൽ എന്തെങ്കിലും പോയെന്നറിഞ്ഞാ മതി, അപ്പ വരും പാവം ഊതിത്തരാൻ. അയ്യോ, എന്നിട്ടേ ഉമ്മ വയ്ക്കുന്ന കാര്യമാണല്ലോ ഇവള് പറയുന്നത്. ഉമ്മേ ഊതിത്തരട്ടെ, ഊതിത്തരട്ടെ എന്നാ അവള് ചോദിച്ചത് അല്ലേ? ഓപ്പോളിനെ കണ്ടിന്യൂസ് ആയിട്ട് തെറ്റിദ്ധരിക്കുന്നല്ലോ. ഓപ്പോളുടെ കുഞ്ഞാങ്ങളെയല്ലേ ഞാൻ? അല്ല ഓപ്പോളെ, വിട്. ഇത്രയും കാലം ഇവരുടെ കൂടെ കഴിഞ്ഞിട്ടും ഓപ്പോൾ ഇവരുടെ ഭാഷ പഠിച്ചില്ലേ? ഊതിത്തരട്ടെ എന്ന് ചോദിച്ചപ്പോ ഉമ്മ തരട്ടെ എന്നാണ് ഓപ്പോൾ വിചാരിച്ചത്. അമ്പലത്തിലോട്ടാണെങ്കിൽ ഇങ്ങോട്ട് കയറും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, വണ്ടി പഞ്ചറായി വഴി കിടക്കാനല്ലേ, ഞാൻ നടന്നു പോയിക്കോളാം. ഒരു ദിവസം പഞ്ചറായി വെച്ച് ഡെയിലി ഇങ്ങനെ പഞ്ചറായിക്കൊണ്ടിരിക്കൂ. അല്ലെങ്കിൽ ഇവക്കെ വാഹന ഭാഗ്യം തീരെ. ദൈവമേ, ആനയുടെ മതം എന്തായോ എന്തോ. ഓപ്പോളെ, ഒരു ഐഡിയ. ഈ പെണ്ണ് കാണൽ ചടങ്ങ് നമുക്ക് ചെക്കന്റെ വീട്ടിൽ വെച്ചാക്കിയാലോ? പെണ്ണിന്റെ വീട്ടിൽ ചെക്കൻ വന്ന് പെണ്ണ് കാണുന്നത് ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് നമുക്ക് അവരോട് പറയാം. എന്താ? അതെ, നിന്റെ പെണ്ണ് കാണൽ ചടങ്ങ് നമുക്ക് അങ്ങനെയാക്കാം. ഓ, എന്നെ പെണ്ണ് കെട്ടിക്കുന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു ചിന്തയും ഇല്ലല്ലോ. നീ ഇപ്പൊ ഇവിടുത്തെ കാര്യം പറ. ഇവിടത്തെ കാര്യോ? ഇവിടെ വന്ന് ചെറുക്കൻ പെണ്ണ് കണ്ടാൽ ഈ കല്യാണം നടക്കില്ല. അതെ, കല്യാണം നടന്നാലും നടന്നില്ലേലും നാളെ ഇവിടെ വെച്ച് തന്നെ ആ ചടങ്ങ് നടത്തും. തടസ്സം നിൽക്കുന്നവരെ ഇവിടെ ഉണ്ടാകാതിരുന്നാ പോരെ? എങ്ങനെ എങ്ങനെ എങ്ങനെ? ഇങ്ങനൊരു തന്തേ മക്കളുള്ള കാര്യം അവരറിഞ്ഞിട്ടില്ല, ഇനിയോട്ട് അറിയാനും പോകുന്നില്ല. എന്റെ ഓപ്പോൾ ഒരു പ്രതിഭാസം തന്നെ. ഈ തല, ഇതൊരു 1.5 തലയാളേ. ഓപ്പോൾ എന്റെ ഒപ്പം നിന്നാ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ഈ ചടങ്ങിനെന്നല്ല, ഈ ജില്ലയിൽ നടക്കുന്ന ഒരു ചടങ്ങിനും പിന്നെ അവരെ കാണില്ല. തന്ത്രപൂർവം വേണം അത് കൈകാര്യം ചെയ്യാൻ. അതിനാദ്യം അളിയനെ നമ്മൾ കയ്യിലെടുക്കണം. എന്നിട്ട് ഇങ്ങനെ വന്നേ. പോട്ടെ അച്ഛനും മക്കളും. ഇവിടെ അയ്യോ, അവളുടെ അടുത്ത് ഞാൻ ചെന്നാൽ അതിനും വലിയ പ്രശ്നമാവും. ഓപ്പോളെ വാങ്ങിക്കും. എന്നെ കെട്ടാൻ പോണ ചെക്കനെ കണ്ട ദേ അവളുടെ വാക്യകത്ത്. ഉറങ്ങിയോ? അതെ, എന്ത് തീരുമാനിച്ചു? നാളെ ചെറുക്കൻ പെണ്ണ് കാണാൻ വരുമ്പോ ഇവിടെ ചിലരൊന്നും ഉണ്ടാകരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നീ എന്തായി പറയുന്നത് രാജലക്ഷ്മി? ഇറങ്ങിപ്പോകാൻ മുഖത്ത് നോക്കി എങ്ങനെ പറയാ? എന്താ പറഞ്ഞാല്? അവകാശമൊന്നും പറയാനില്ലല്ലോ. മക്കൾക്ക് ബുദ്ധി വികസിപ്പിക്കാനെന്ന് പറഞ്ഞ് എല്ലാം പണയപ്പെടുത്തിയതല്ലേ. പിന്നെ ജപ്തി ഒഴിവാക്കിയതും തിരിച്ചെടുത്തു തന്നതും എന്റെ വീട്ടുകാരാ. എനിക്കറിയാം അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന്. എനിക്ക് എന്റെ മോടെ ഭാവിയാ വലുത്. അവറ്റകള് കാരണം എന്റെ മോടെ ഭാവി പോവാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കിപ്പോ എന്തു വേണമെങ്കിലും പറയാം. അവരെ ഇറക്കി വിടണമെന്നോ അടിച്ചിറക്കണമെന്നോ ഒക്കെ. പക്ഷെ ഞാൻ ആരും അല്ലായിരുന്ന കാലത്ത് എനിക്കെല്ലാം മനുഷ്യനായിരുന്നു. ഏട്ടന് മുമ്പ് എന്റെ കല്യാണം വരെ നടത്തി തന്നു. എന്തിന്?
നിന്റെ ഈ കഴുത്തെ കിടക്കുന്ന താലി വരെ ആ മനുഷ്യൻ തട്ടയിൽ കളിച്ചുണ്ടാക്കിയ കാശ. എങ്ങനെയൊക്കെ കൂട്ടിക്കിഴിച്ചു നോക്കിയാലും മനസ്സിൽ നിന്ന് അടിച്ചിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. വേണ്ട, ദൈവം സഹായിച്ച് അവന് ഇഷ്ടപ്പെട്ട് ഈ കല്യാണം നടക്കാനുള്ള യോഗം ഉണ്ടെങ്കിൽ പെണ്ണിനെ അണിയിച്ചൊരുക്കാനുള്ള പൊന്ന് ഏട്ടനോട് തരാൻ പറ. പറ്റില്ലല്ലോ. എന്റെ മോക്ക് ശ്രീധനം കൊടുക്കാനുള്ള പൊന്ന് വരെ എന്റെ വീട്ടുകാർ തരണം. അപ്പൊ ചില തീരുമാനങ്ങളൊക്കെ ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും. അത് കേൾക്കുമ്പോ ഇവിടെ ആർക്കും പൊള്ളാതിരുന്നാ മതി. ഹലോ ഹലോ, ആനകൾക്കൊക്കെ 2 ദിവസത്തേക്ക് അവധിയാ. താ ഉത്സവം മാറ്റി വെക്കണോ? ചരമക്കാര്യത്തിനിടയ്ക്കാ ഉത്സവ കമ്മിറ്റിക്കാരുടെ ആനക്കാര്യം. എവിടെ ഈ പുക? ഓ, സ്മോക്ക് എഞ്ചിൻ ഇവിടെ നിൽക്കുകയായിരുന്ന. ഇതെന്താ ആംബുലൻസ് വരാത്തെ? നമുക്കൊന്ന് ആസ്പത്രി വരെ പോയാലോ? എന്തിന്? ഡെഡ് ബോഡി ഘോഷയാത്രയായിട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരാനോ? അല്ല, പിന്നെ ആ പെണ്ണിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോന്ന് നമുക്ക് അവിടെ ചെന്നാലും ഉറപ്പിക്കാൻ പറ്റൂ. അതിലിനി പ്രത്യേകിച്ച് ഉറപ്പിക്കാനൊന്നുമില്ല, അത് ഉറപ്പാ. ഉത്തമ, നീ ആ മൊബൈലിൽ നിന്ന് ആശുപത്രിയിലേക്ക് വിളിച്ച് 2 അറിയാൻ നോക്കടാ. 2 ഇനിയിപ്പൊ 4 അറിയാനാണെങ്കിലും ഈ മൊബൈലിൽ നിന്ന് ഞാൻ വിളിക്കത്തില്ല. ആ, അതെന്താ? ഇതേ പ്രീപെയ്ഡാ, പ്രീപെയ്ഡ്, ഫ്രീ പെയ്ഡ് അല്ല. ഷോ, എന്റെ ദൈവമേ, എനിക്ക് ശവം കണ്ട തലക്കറക്കം വരുമല്ലോ. തലകറക്കോ? അത് സാരമില്ല. ആനയ്ക്ക് തലകറക്കം വരുമ്പോ കൊടുക്കുന്ന ഒരു ഗുളിക എന്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഓപ്പോൾ കയറാം. എന്തേ വേണ്ടേ? അല്ല ഓപ്പോളെ, ഇങ്ങനെ നിന്നാ മതിയോ? ശവം കൊണ്ടുവരുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് ചത്തോന്നറിയാതെ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കോ ഓപ്പോളെ? ഓപ്പോൾ ഇങ്ങോട്ട് വന്നേ, 100 കൂട്ടം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. ആരും പൊക്കളയരുത്, ആംബുലൻസ് ഇപ്പൊ വരും. ഓപ്പോൾ ഇങ്ങ് വന്നേ. ഞാൻ പറയട്ടെ, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു. കാര്യം പറഞ്ഞാലേ അറിയൂ. ഡെഡ് ബോഡി ഇപ്പൊ ഇങ്ങ് എത്തും. അറിയിക്കാനുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കണ്ടേ? ഇല്ലെങ്കിൽ ഒരു ദിവസം അതിന് പോവില്ലേ? ലിസ്റ്റ് തയ്യാറാക്കാൻ വരട്ടെ. അതിനു മുമ്പ് നീ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോണം. പോലീസ് സ്റ്റേഷനില്ല? എന്തിന്? അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ശ്വാസം മുട്ടിച്ച് കൊന്നതേ സ്വന്തം തന്തയാണെന്ന് എല്ലാരും അറിയണ്ടേ? എന്റെ ഓപ്പോളുടെ ഒരു ബുദ്ധിയെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്തയും മക്കളും ഇവിടെ നിന്ന് ക്ലിയർ ഔട്ട് ആയി കിട്ടും. എവിടെ ഇരിക്കുകയായിരുന്നു ഈ ബുദ്ധി? മരിച്ചുപോയ നമ്മുടെ അമ്മൂമ്മയുടെ അതേ ബുദ്ധി. ഇതിന്റെ പേരിൽ ആശാനകത്ത്. പിന്നെ ആ ചെക്കൻ അത് വല്ല ചന്തയിലോ കടത്തിണ്ടയിലോ കാലം കഴിച്ചോളൂ. ഓപ്പോളെ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങുക. ബാക്കി കാര്യങ്ങൾ സ്റ്റേഷനിൽ പോയി വന്നിട്ട്. പോലീസിന് കുറച്ച് കാശ് കൊടുത്തിട്ടായാലും ശരി, പോസ്റ്റ്മോർട്ടം നടത്തിയിരിക്കണം. പോസ്റ്റ്മോർട്ടം? അയ്യോ, പോസ്റ്റ്മോർട്ടം ചെയ്ത പ്രശ്നമേ ഇല്ല. പോസ്റ്റ്മോർട്ടം ചെയ്താൽ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ കണ്ടുപിടിച്ച് കുളമാക്കും. അതുകൊണ്ട് വേണ്ട, പോസ്റ്റ്മോർട്ടം ചെയ്ത പ്രശ്നമേ ഇല്ല. എടാ, എന്നാലല്ലേ സ്വന്തം തന്ത തന്നെയാണ് ശ്വാസം മുട്ടിച്ച് കൊന്നെന്ന് തെളിയുള്ളൂ. ഓപ്പോൾ എന്താ ഈ പറയുന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടി മരിച്ചതാണെന്ന് മാത്രമേ കാണൂ. ആരാണ് കൊന്നെന്നുണ്ടാവില്ല. എന്ന് വെച്ചാ വാദി പ്രതിയാകും. അറിയാലോ, ഓപ്പോളെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ നല്ല മതിപ്പാ. ഇനിയിപ്പൊ ഈ കേസും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയാ കൊലക്കുറ്റം ചിലപ്പോ ഓപ്പോളുടെ തലയിലാവും. എന്ന് പറഞ്ഞാ എങ്ങനെയാ? അതിനൊക്കെ തെളിവ് കൊടുത്താ പോലെ. തെളിവ് തെളിവ് ആർക്ക് വേണം ഈ തെളിവ്? ഓപ്പോൾ ആദ്യം ചരമ അറിയിച്ച് പോകാനുള്ളവരുടെ ലിസ്റ്റ് പറ. ഓപ്പോളെ, തുടങ്ങിക്കോ, കരച്ചില് തുടങ്ങിക്കോ. ഡെഡ് ബോഡി എത്തി. അയ്യോ, എന്റെ മണിക്കുട്ടി. കുറച്ചുകൂടെ ഓവറാവട്ടെ, ഓവറാവട്ടെ. ഇതെന്താ കാറിലാണോ കൊണ്ടുവരുന്നത്? ആംബുലൻസില്ലേ? വാഹനം ഏതായാലും എന്താ, ഓടിയെത്തിയപ്പോൾ